SPYSS NYC മലയാളം നടത്തുന്ന ഭഗവത്ഗീത അധ്യയനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 ആഴ്ചകളുണ്ട് നടക്കുന്ന ബാലയുഗ സ്പെഷ്യലാണ് ഇന്നും തുടരുന്നത്. 10ാമത്തെ ചാപ്റ്ററിലെ നമ്മുടെ ഇന്ന് ശ്ലോകം 31 തുടങ്ങി 36 വരെ ഉള്ള ശ്ലോകങ്ങളുടെ റിപ്പീറ്റേഷനും എക്സ്പ്ലനേഷനാണ്. ഇന്ന് ചാൻറ്റിങ് ഗൈഡൻസിനായിട്ട് ഗിരിജ ആറാക്കെയാണ് എത്തിയിരിക്കുന്നത്. ധ്യാന ശ്ലോകത്തിലൂടെ തുടങ്ങാം. ധ്യാന ശ്ലോകത്തിനായി ഇന്ന് സൂര്യനണ്ണനും ഗായത്രി ആക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തുടങ്ങാം. ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ പരമാത്മനേ നമഃ. ഓം വാർത്തായ പ്രതിബോധിത ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഹീത മധ്യ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീ ഭഗവതി അഷ്ടാദശാധ്യായിനി അംബ ത്വമനസത്വദാ ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമസ്തുതേ വ്യാസ വിശാല ബുദ്ധേ പുല്ലാരവിദ്യായ പത്രനേ യേന ത്വമായ തൈലപൂർണം പ്രജ്വാലിതോ ജ്ഞാനമയേ പ്രദീപഃ പ്രപന്ന പരിചാദായ സ്തോത്രവൈത്രവികാരണൈ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദാ ഗാവോ നന്ദന പാർത്ഥാവത്സസുദേർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാരുണമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണ തഥാ ജലദ്രഥജല ഗാന്ധാരണീലോലഭ ശല്യഗ്രഹ വികൃപണവനീ കർണേന വേലകുലാ അശ്വത്ഥാത്മാ വികർണഘോരഘോരാം ദുര്യോധനവർത്തിനി സോർണികുല പാണ്ഡവൈ കൈവർത്തക കേശവഃ പാരക്ഷൈരവച സരോജമലാം ഗീതാമൃതസ്തോത്രം നാനാകര്യഹരിത് കഥാ സംബോധനാബോധിതാം ലോകേ സജ്ജനഷ്ടപദേ ഹരഃ പേപീനമാനമുദ്ര ഭൂയായത ഭാരത പങ്കജം കമലീയം പ്രധ്വംസന ശ്രേഷ്ഠനേ മൂകം കരുടായ വിചാരം പങ്കുലം സംഗതിഗൈം യകൃപാതമദ്വൈതേ പരമാത്മന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രമുദ്രഭൃംഗ സ്തുതിന്ദനേ വൈഷ്ണവേ വേദൈ സംഗംഗ പ്രതിമോദിതായ ഗായത്രീയം സഗമം ധ്യാനാമശദദി മനസാ പശ്യന്തിയം ജ്യോതിനം യോസ്യന്തം യേദുസ്തുതസുർഗണാ ദേവായ തസ്മൈ നമഃ. ഹരി ഓം. ഹരി ഓം. സൂര്യനനും ഗായത്രി ആക്കേക്ക് നന്ദി. അടുത്തത് നമുക്ക് ശ്ലോകം ചാൻറ്റിങ് പിന്നെ തുടർന്ന് എക്സ്പ്ലനേഷൻ തുടങ്ങാം. ശ്ലോകം 31 32 റിപ്പീറ്റേഷന് ശ്രീ പാർവതി ഒക്കെ ക്ഷണിക്കുന്നു. തുടർന്ന് എക്സ്പ്ലനേഷനായി രാജലക്ഷ്മി ഒക്കെ സ്വാഗതം ചെയ്യുന്നു. ഹരി.
ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്ലോകം അധ്യായം 10 വിഭൂതി യോഗം ശ്ലോകം 31. പവന പവതാം അസ്മി രാമശസ്ത്രഭൃതാമഹം ചഷാണം മകരശ്ചാസ്മി ശ്രോതസാം അസ്മി ജാഹ്നവി പവന പവതാമസ്മി രാമശസ്ത്രഭൃതാമഹം ചഷാണം മകരശ്ചാസ്മി ശ്രോതസാം അസ്മി ജാഹ്നവി ശ്രോതസാം അസ്മി ജാഹ്നവി. ഇനി 4 വരി ഒന്നിച്ച്. പവന പവതാം അസ്മി രാമ ശസ്ത്രഭൃതാമഹം ചഷാണം മകരച്ഛാസ്മി ശ്രോതസാം അസ്മി ജാഹ്നവി. ശ്ലോകം 32. സർഗാണാം ആദിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാ വിദ്യാനാം വാദ പ്രവദതാമഹം സർഗാണാമാദിരന്തശ്ച മധ്യം ചൈവാഹമർജുന. അധ്യാത്മവിദ്യാ വിദ്യാനാം വാദ പ്രവദതാമഹം ഇനി 4 വരികൾ ഒന്നിച്ച്. സർഗാണാമാദിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാ വിദ്യാനാം വാദ പ്രവദതാമഹം. മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാ വാദപദതാമഹം. ഹരി ഓം. എല്ലാവർക്കും സന്ധ്യാവന്ദനം. പ്രത്യേകിച്ചും കുഞ്ഞുമക്കൾക്ക് അഭിനന്ദനങ്ങള്. എത്ര സന്തോഷത്തോടെയാണ് അവരിവിടെ വന്ന് ഈ ശ്ലോകങ്ങള്
സ്പഷ്ടമായിട്ട് നല്ല സാവധാനത്തില് പാരായണം ചെയ്തത്. മക്കളെ, നിങ്ങൾ ഇത് ഒരിക്കലും വിട്ടുകളയരുത്. കാരണം നമുക്ക് ഇങ്ങനൊരു വേദി ഇവിടെ വേറെ എവിടെയും നമുക്കായിട്ടൊരു വേദി ഇതൊന്നും പഠിക്കാനില്ല. ചർച്ചിലും മസ്ജിദിലും ഒക്കെ ഇത് എല്ലാവരെയും പഠിപ്പിക്കും. പക്ഷെ നമുക്കിത് പഠിക്കാനുള്ളൊരു അവസരമേ ഇല്ല. ഞാൻ ഈ SPYSSC വന്നു കഴിഞ്ഞാണ് ഇതൊന്നും കാണുന്നതും തൊട്ടു നോക്കുന്നതുമല്ല. അപ്പം പറന്നുപോയ കിളിയെ പക്ഷേ വീണ്ടും പിടിച്ചിടാം, കാലമോ പോകിൽ പോയി കരുതി ജോലി ചെയ്യണം എന്നാണ്. അതായത് കുഞ്ഞുമക്കള് പഠിത്തത്തോടൊപ്പം തന്നെ ഇതും മുൻപോട്ട് കൊണ്ടുപോകണം. കിട്ടുന്ന ദിവസവും അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ, 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ഇത് ഈ പുരാണങ്ങളും എല്ലാം നമുക്ക് ഒരുപാട് ഭഗവത്ഗീത, നാരായണീയം ഒക്കെ ഒരുപാടൊക്കെ ഗ്രന്ഥങ്ങളുണ്ട്. അതുകൊണ്ട് കുഞ്ഞുമക്കളെല്ലാവരും ഇത് മുമ്പോട്ട് വരണം ഇനിയും. അപ്പം ഞാൻ ഇന്ന് അവർ ചൊല്ലിയ ആദ്യത്തെ 31ാമത്തെ ശ്ലോകമാണ്. 31ഉം 32ഉമാണ് വിശദീകരിക്കുന്നത്. എനിക്ക് വലിയ അറിവൊന്നുമില്ല, തെറ്റുകൾ വരാം, ക്ഷമിക്കുമെന്നറിയാം, തിരുത്തിത്തരണം. അപ്പം 10ാം അധ്യായം വിഭൂതി യോഗം 31, 32 ശ്ലോകങ്ങളാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. ഈ അധ്യായത്തിൽ ഭഗവാൻ തന്റെ അനന്തമായ വിഭൂതി വിസ്താരം തുടരുകയാണ്. ഭഗവത്ഗീത എന്തെന്ന് മനസ്സിലാക്കുവാനും ഭഗവത്ഗീതയെ മനസ്സിലേക്കെടുക്കുന്ന ഭഗവത്ഗീത എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അധ്യായമാണ് വിഭൂതി യോഗം. ഇതിനകത്ത് എല്ലാം ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ആദ്യത്തെ ശ്ലോകം ചൊല്ലാം. ആദ്യത്തെ ശ്ലോകം: പവതാം പവന അസ്മി, ശസ്ത്രഭൃത രാമ അഹം, ശശാണാം മകര ച അസ്മി, സ്രോതസാം ജാഹ്നവി അസ്മി. അതായത് പവതാം പവന അസ്മി എന്ന് പറഞ്ഞാല് പവനൻ എന്ന് പറഞ്ഞാൽ കാറ്റ്, പവതാം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്ന വസ്തു. അപ്പം ശുദ്ധീകരിക്കുന്ന വസ്തുവിൽ വായു ഞാനാണ്. രാമഹ ശസ്ത്ര ഭൃതാമഹ, ശസ്ത്രഭൃത്തുക്കൾ ആയുധം ധരിച്ചവരിൽ രാമൻ ഞാനാണ്. പിന്നെ ശശാണ മകര ച അസ്മി, ശശാണ മത്സ്യങ്ങളിൽ മകരമത്സ്യം ഞാനാകുന്നു. സ്രോതസാം ജാഹ്നവി അസ്മി, സ്രോതസ്സുകളിൽ നദികളിൽ ഗംഗ ഞാനാണ്, അത് ജാഹ്നവി. അപ്പം നമ്മുടെ ലോകത്തെ ശുദ്ധീകരിച്ച് സദാ സഞ്ചരിക്കുന്ന കാറ്റ് ഞാനാകുന്നു. ഈ ലോകത്ത് പ്രാണൻ നിലനിർത്തണമെങ്കിൽ കാറ്റ് വേണം. ആ പ്രാണൻ നിലനിർത്തുന്ന ഈ വായു ഞാൻ തന്നെയാണ്, അതായത് ഭഗവാൻ തന്നെയാണ്. രാമഹ ശസ്ത്ര ഭൃതാമഹം, അതായത് ശസ്ത്രഭൃത രാമ അഹം എന്ന് പറഞ്ഞാല് അമ്പും വില്ലും ധരിച്ച മര്യാദാ പുരുഷോത്തമനാണല്ലോ ശ്രീരാമൻ. കൃത്യമായ ലക്ഷ്യത്തോടെ ഭൂമിയിൽ അവതരിച്ച് ആ ലക്ഷ്യമെല്ലാം പൂർത്തീകരിച്ചതും ശ്രീരാമൻ തന്നെയാണ്. ഈ രാമനും ഞാൻ തന്നെയാണ്, അതായത് ഭഗവാൻ തന്നെയാണ്. ആയുധധാരികളിൽ ശ്രേഷ്ഠനാണല്ലോ രാമൻ. ഈ രാമനും ഞാൻ തന്നെയാണ്. പിന്നെ ശശാണ മകര ച അസ്മി, മത്സ്യങ്ങളിൽ മകരമത്സ്യം ഞാനാകുന്നു എന്ന് പറഞ്ഞാല് മത്സ്യങ്ങളിൽ വെച്ച് നല്ല ആകൃതിയും ഗംഭീരമായിട്ടുള്ളതുമാണ് മകരമത്സ്യം. ഭഗവാൻ തന്റെ കുണ്ടലമായി അലങ്കരിച്ചിരിക്കുന്നത് മകരമത്സ്യത്തെയാണ്. ഈ മകരമത്സ്യവും ഞാൻ തന്നെയാണ്. പിന്നെ സ്രോതസാം ജാഹ്നവി അസ്മി, നദികളിൽ ജാഹ്നവി ഗംഗാ നദി ഞാൻ തന്നെയാകുന്നു. നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തെ തന്നെ വിളിച്ചോതുന്ന ഒരു നദിയാണ് ഗംഗാ നദി. ആ ഗംഗാ നദിയും ഞാൻ തന്നെയാണ്. ഈ ജാഹ്നവി എന്ന് പറഞ്ഞാൽ ജനു മഹർഷിയുടെ പുത്രി എന്നാണ് ജാഹ്നവി എന്ന് പറയുന്നത്. സൂര്യവംശ രാജാവായ ഭഗീരഥൻ തന്റെ പൂർവ്വ പിതാമഹന്മാർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി കഠിന തപസ് ചെയ്ത് ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ കൊണ്ടുവരുന്ന വഴിയിൽ പല തടസ്സങ്ങളും ഉണ്ടായി. അതിലൊന്നാണ് ഈ ജനു മഹർഷിയുടെ ആശ്രമത്തിൽ തങ്ങിയപ്പോൾ ഗംഗ ആ ആശ്രമത്തിലെ യാഗശാലയെ ആകെ മുക്കിക്കളഞ്ഞു. അപ്പൊ ഇതിൽ കോപിഷ്ഠനായ ജനു മഹർഷി ഗംഗയെ തന്റെ ഉള്ളംകൈയിലെടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. മറ്റേ ഭഗീരഥൻ രാജാവ് അപ്പം ജനു മഹർഷിയോട് അപേക്ഷിച്ചു, എനിക്ക് ഗംഗാനദിയെ തിരിച്ചു തരണം എന്ന്. അങ്ങനെ ഗംഗാനദിയെ
ഭഗീരഥൻ വിഴുങ്ങി, ജനു മഹർഷി അത് വിഴുങ്ങിയെങ്കിലും ചെവിയിൽ കൂടെ തിരിച്ചൊഴുക്കി വിട്ടു. അങ്ങനെ ജനു മഹർഷിയുടെ ചെവിയിൽ കൂടി ഒഴുക്കി വിട്ടത് കൊണ്ടാണ് ഗംഗാദേവിക്ക് ജാനവി എന്നും പേര് വന്നത്. ഇനി അടുത്ത ശ്ലോകം പറയാം. അർജുന ആദി മധ്യ അന്ത്യ ച അഹം ഏവ വിദ്യാനാം അധ്യാത്മവിദ്യ പ്രവദതാം വാദച അഹം എന്ന് പറഞ്ഞാല്, അല്ലയോ അർജുന, സൃഷ്ടികളിൽ ആദിയും മധ്യവും അന്ത്യവും ഞാൻ തന്നെയാണ്. വിദ്യകളിൽ അധ്യാത്മവിദ്യയും വാദിക്കുന്നവരിൽ വാദവും ഞാൻ തന്നെയാണ്. അതായത് സൃഷ്ടികളിൽ സർഗാണാമാതിര അന്തശ്ച എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ സൃഷ്ടിയും ഉൽപ്പത്തിയും നാശവും എല്ലാം ഞാൻ തന്നെയാണ്. പിന്നെ അധ്യാത്മവിദ്യ വിദ്യാന എന്ന് പറഞ്ഞാല് വിദ്യകളിൽ ഞാൻ അധ്യാത്മവിദ്യയാണ്. വിദ്യകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അധ്യാത്മവിദ്യ. ആ വിദ്യയും ഞാൻ തന്നെയാണ്. നമ്മള് തന്നെ തന്നെ അറിയുന്ന, അല്ലെ ഭഗവാനെ അറിയുന്ന വിദ്യയാണ് അധ്യാത്മവിദ്യ. അതുകൊണ്ട് ആ അധ്യാത്മവിദ്യയും ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ വാദഹ ച അഹം, വാദിക്കുന്നവരിൽ വാദവും ഞാൻ തന്നെയാണ്. എന്ന് പറഞ്ഞാല് നമ്മള് ഒരുപാട് നല്ല കാര്യത്തിന് വേണ്ടി ചീത്ത കാര്യത്തിന് വേണ്ടിയൊക്കെ വാദിക്കുന്നുണ്ട്. വാദം പല തരത്തിലുണ്ട്. അങ്ങനെ തങ്ങളുടെ പാണ്ഡിത്യത്തെ പ്രദർശിപ്പിക്കാൻ വേണ്ടി പല വിധത്തിലും എല്ലാവരും വാദിക്കും. എന്നാൽ എത്രയൊക്കെ നമ്മുടെ സംശയം തീരുന്ന പോലെ നന്നായി പറയുന്ന വാദം അത് ഞാൻ തന്നെയാണ്. എനിക്ക് ഇത്രയൊക്കെ അറിയാവുള്ളൂ, എനിക്ക് ശരിക്കും വിശദീകരിച്ച് പറയാൻ അറിയത്തില്ല. അങ്ങനെ വാദിക്കുന്നവരിൽ വാദവും ഞാൻ തന്നെയാണ്. അങ്ങനെ ഭഗവാൻ തന്നെയാണ് എല്ലാം എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ ശ്ലോകം ചൊല്ലാം. പവന പവതാമസ്മി രാമ ശസ്ത്രഭൃതാമഹം ഛഷാണാം മകരശ്ചാസ്മി സർഗാണാമാദിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാ വിദ്യാനാം വാദപ്രവദതാമഹം. ഹരി ഓം. എന്നെ ഈ സംസ്കാര സംഘടനയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന സുഷമാക്കയ്ക്കും ഭഗവത്ഗീത നാരായണീയം ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന ഇന്ദിരാക്കയ്ക്കും സിന്ധു പ്രമോദക്കയ്ക്കും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഹരിയും. 33, 34 ചാൻഡിങ് റിപ്പീറ്റേഷൻ ആയിട്ട് ശ്രീനിധ് അണ്ണനെ എക്സ്പ്ലനേഷന് വേണ്ടി ഓമനയാക്കിയും ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയും. ഹരിയും. ഹരി ഓം. അടുത്തതായി ശ്ലോകം 33. അക്ഷരാണാം അകാരോസ്മി അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വ സാമാസികസ്യ ച ദ്വന്ദ്വ സാമാസികസ്യ ച അഹമേവാക്ഷയ കാലോ അഹമേവാംശയ കാലോ ധാതാഹം വിശ്വതോ മുഖഃ ദാദാഹം വിശ്വതോ മുഖഃ അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വ സാമാസികസ്യ ച അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വ സാമാസികസ്യ ച അഹമേവാക്ഷയ കാലോ ധാതാഹം വിശ്വതോ മുഖഃ അഹമേവാംശയ കാലോ ദാദാഹം വിശ്വതോ മുഖഃ അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വ സാമാസികസ്യ ച
അഹമേവാക്ഷയ കാലോ ധാതാഹം വിശ്വതോ മുഖഃ അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വ സാമാസികസ്യ ജാം അഹമേവാംശയ കാലോ ദാദാഹം വിശ്വതോ മുഖഃ. അടുത്തത് 34-ാമത്തെ ശ്ലോകം. മൃത്യു സർവഹരശ്ചാഹം മൃത്യു സർവഹരച്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം ഭവക്ഷ ഭവിഷ്യതാം കീർത്തി ശ്രീർവാക്ച നാരീണാം ശ്രീർവാക്ചനാരീണാം സ്മൃതിർമേധാ ധൃതി ക്ഷമാ ഹൃദിർമേധാധൃതിക്ഷമാം. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവക്ഷ ഭവിഷ്യതാം കീർത്തി ശ്രീർവാക്ച നാരീണാം സ്മൃതിർമേധാ ധൃതി ക്ഷമാ കീർത്തി ശ്രീർവാക്ചനാരീണാം സ്മൃതിർമേധാധൃതിക്ഷമാ. ഇനി 4 വരി ഒരുമിച്ച്. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തി ശ്രീർവാക്ച നാരീണാം സ്മൃതിർമേധാ ധൃതി ക്ഷമാ. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവക്ഷ ഭവിഷ്യതാം കീർത്തി ശ്രീർവാക്ചനാരീണാം സ്മൃതിർമേധാധൃതിക്ഷമാം. ഹരി ഓം. ഈ 10-ാം അധ്യായത്തില് ഭഗവാന്റെ അനന്തമായ വിഭൂതികളെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാം ഞാൻ തന്നെ എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം 33 നോക്കാം. അക്ഷരാണോ ആകാരോസ്മി ദ്വന്ദ്വ സാമാസികസ്യ ച അഹമേവാക്ഷയ കാലോ ധാതാഹം വിശ്വതോ മുഖഃ. പദങ്ങളുടെ അർത്ഥം നോക്കാം. അക്ഷരാണാം, അക്ഷരങ്ങളിൽ അല്ലെങ്കിൽ ലിപികളിൽ എന്ന് പറയും. അകാരഹ, അകാരവും. സാമാസികസ്യ, സാമാസികത്തിന്റെ, സമാസങ്ങളിൽ വെച്ച് എന്ന്. ദ്വന്ദ്വഹ, ദ്വന്ദ്വ സമാസവും. അസ്മി, ഞാനാകുന്നു. അക്ഷയഹ, അക്ഷയമായ. കാലഹ, കാലം. അഹമേവ, ഞാൻ തന്നെ. വിശ്വതോമുഖ, വിശ്വതോമുഖനായ. ധാത, ധാതാവ് ആകുന്നു, അല്ലെങ്കിൽ ബ്രഹ്മാവാകുന്നു. അല്ലയോ അർജുന, അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വ സമാസവുമാണ് ഞാൻ. അവസാനമില്ലാത്ത കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. അക്ഷരമാല ആരംഭിക്കുന്നത് അ ആ ഇ ഈ എന്നിങ്ങനെയാണല്ലോ. ഒന്നാമത്തെ അക്ഷരം അ, അത് അകാരം. വ്യഞ്ജനാക്ഷരം ആരംഭിക്കുന്നത് ഖ ഖ ഗ ഖ ങ എന്നിങ്ങനെയാണ് നമുക്കറിയാം. ഒന്നാമത്തെ അക്ഷരമായ കായുടെ ഉച്ചാരണം യഥാർത്ഥത്തിൽ ക എന്നാണ്. ക് ന്റെ കൂടെ അകാരം ചേർത്താൽ ക് പ്ലസ് അ, ക എന്ന ശബ്ദം വരണമെങ്കിൽ അകാരം ചേർക്കണം. അകാരം ഉൾപ്പെടാത്ത ഒരു ശബ്ദവും ഇല്ല. ശബ്ദത്തിന്റെ ഉത്ഭവമാണ് അകാരം. ഇനി സമാസങ്ങൾ നോക്കാം. സമാസങ്ങൾ കുറേയുണ്ട്. അതിൽ ദ്വന്ദ്വ സമാസത്തിൽ പൂർവപദത്തിനും ഉത്തരപദത്തിനും, അതായത് ആദ്യത്തെ പദത്തിനും രണ്ടാമത്തെ പദത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്.
ഉദാഹരണമായി രാമകൃഷ്ണ എന്ന പദം, ഇതിൽ രാമ എന്നും കൃഷ്ണ എന്നും ഉള്ള പദങ്ങൾ തുല്യ പ്രാധാന്യമുള്ളതാണ്. പദങ്ങൾ ഏകീഭവിക്കുന്നത് കൊണ്ടാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. കാലം സമയത്തെ കാണിക്കുന്നു. രാവിലെയാകുന്നു, ഉച്ചയാകുന്നു, രാത്രിയും പകലുമാകുന്നു. നമ്മൾ ഓരോരുത്തരും കാലത്തിലൂടെ കടന്നു പോകുന്നു. കാലക്രമേണ പ്രളയമുണ്ടാകുന്നു, എല്ലാം നശിക്കുന്നു. ഭഗവാൻ പറയുകയാണ്, അല്ലയോ അർജുന, അക്ഷരങ്ങളിൽ അകാരവും ദ്വന്ദ്വ സമാസവും അവസാനമില്ലാത്ത കാലവും സൃഷ്ടികർത്താവായ ബ്രഹ്മാവും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മഹാപുരുഷനാണ്, കാലപുരുഷനാണ്, എല്ലാം ഞാൻ തന്നെ. ബ്രഹ്മാവിന്റെ ജനനം നമുക്കറിയാം. ഭഗവാന്റെ നാഭിയിൽ നിന്നും വന്ന താമരയിലാണ് എന്നത്. താമരയിൽ ഉത്ഭവിച്ചത് കൊണ്ടാണ് ബ്രഹ്മാവിന് കമലോദ്ഭവൻ എന്ന പേര് വന്നത്. സൃഷ്ടികർത്താവാണ് ബ്രഹ്മാവ്. സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് ഭഗവാനാണ്. ഇവിടെ ബ്രഹ്മാവിനെ സംബന്ധിക്കുന്ന ഒരു ചെറിയ കഥ പറയാം. ബ്രഹ്മാവ് എപ്പോഴും കണ്ണുകളടച്ച് ധ്യാനത്തിൽ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. ഒരിക്കൽ ഒരു കുട്ടി ഇത് കണ്ടിട്ട് ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, അങ്ങല്ലേ ഈ ലോകത്തിൽ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്ന സൃഷ്ടികർത്താവ്, പിന്നെ എന്തിനാണ്, ആരെയാണ് ഇപ്രകാരം കണ്ണടച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ശരിയാണ്, ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടികർത്താവ് ഒക്കെ തന്നെ. പക്ഷേ എനിക്ക് ഈ സൃഷ്ടികർമ്മത്തിന് അനുമതി തന്നതും എന്നെ സൃഷ്ടിച്ചതും ഭഗവാനാണ്. ആ ഭഗവാനെയാണ് ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്കും മുകളിലാണ് ആ ഭഗവാൻ, ആ പരബ്രഹ്മ സ്വരൂപൻ. അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 34. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തി ശ്രീവാക്ച നാരീണാം സ്മൃതിർമേധാ ധൃതിക്ഷമാ. പദങ്ങളുടെ അർത്ഥം നോക്കാം. സർവഹര, സർവഹരനായ, സർവസംഹാരി എന്നർത്ഥം. മൃത്യുച്ച, മൃത്യുവും അല്ലെങ്കിൽ മരണവും. ഭവിഷ്യാന, ഭവിഷ്യതാം, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നവയുടെ. ഉദ്ഭവം ച, ഉദ്ഭവവും. നാരീണാം, സ്ത്രീകളിൽ വെച്ച്. കീർത്തിഹി, കീർത്തിയും. ശ്രീ, ശ്രീയുള്ള വാക്ക്, ഭാഷണം. സ്മൃതി, ഓർമ്മയും. മേധ, മേധസ്സും, അതായത് മറക്കാത്ത ബുദ്ധി. ധൃതിഹി, ധൈര്യവും. ക്ഷമാച, ക്ഷമയും. അഹം അസ്മി, ഞാനാകുന്നു. സർവസംഹാരിയായ മരണവും ഭാവിയുടെ ഉത്ഭവസ്ഥാനവും. സ്ത്രീകളിൽ യശസ്, ഭാഗ്യം, സുന്ദരഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ എന്നിവയും ഞാനാണ്. ജനനവും മരണവും സർവസാധാരണമാണ്. ഭൂമിയിൽ ജനനം നടക്കുന്നു, മരണവും നടക്കുന്നു. ജനിച്ച ഓരോ വ്യക്തിക്കും മരണമുണ്ട്. ഭഗവാന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ജനനവും ആ വസ്ത്രം അഴിച്ചു മാറ്റുമ്പോൾ മരണവും സംഭവിക്കുന്നു. അപ്പോൾ ജനന മരണവും ഭഗവാൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞ യശസ്, ഭാഗ്യം, നല്ല വാക്ക്, ഓർമ്മശക്തി, ബുദ്ധി, ധൈര്യം, ക്ഷമ മുതലായവ സ്ത്രീലിംഗങ്ങളാണ്. ഈ കഴിവുകളിൽ ചിലതൊക്കെ ഒരാളിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ വിജയിക്കും. ഭഗവാൻ പറയുകയാണ്, നല്ല ഗുണങ്ങളൊക്കെ എൻ്റെ വിഭൂതിയാണ് എന്ന്. ഇതൊക്കെ ചിന്തിച്ച് മുന്നോട്ട് ജീവിച്ചാൽ അവർ ഈശ്വര തുല്യനാകുമെന്ന് നാം ഓർക്കുക. ഹരിയോം അക്ക.
അടുത്ത ശ്ലോകങ്ങൾ 35ഉം 36ഉം ചാൻറ്റിംഗ് റിപ്പീറ്റേഷനായ ശ്രദ്ധ അക്ക, തുടർന്ന് വിവരണത്തിനായി പ്രീജിത അക്കയെ ക്ഷണിച്ചുകൊള്ളും. ഹരീഷ്. ഹരി ഓം. അടുത്തതായി ശ്ലോകം 35. ബൃഹൽ സാമ തഥാ സാംനാം ഗായത്രീ ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. രണ്ട് വരികൾ. ബൃഹൽ സാമ തഥാ സാംനാം ഗായത്രീ ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. നാല് വരികൾ ഒന്നിച്ച്. ബൃഹൽ സാമ തഥാ സാംനാം ഗായത്രീ ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. ഗായത്രീ ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. അടുത്തതായി ശ്ലോകം 36. ഓരോ വരികൾ. ദ്യുതം ചലയതാമസ്മി തേജസ്തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം ദ്യൂതം ചലയതാമസ്മി തേജസ്തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം ദ്യൂതം ചലയതാമസ്മി തേജസ്തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ദ്യൂതം ചലയതാമസ്മി തേജസ്തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ഹരി ഓം. ഹരി ഓം. 35ാമത്തെ ശ്ലോകം ഭഗവാൻ പറയുകയാണ്, വേദങ്ങളിൽ വെച്ച് സാമവേദമാണ് ഞാനെന്ന്. സാമവേദം എന്ന് പറഞ്ഞാൽ വിവിധ ദേവന്മാർ പാടിയ മനോഹരമായ ഒരു ഗീതങ്ങളുടെ വലിയൊരു സമാഹാരമാണ് സാമവേദം. ആ സാമവേദ സൂക്തങ്ങളിൽ ബൃഹത് സാമം വളരെയധികം ആകർഷകമാണ്. അത് പാതിരാവിലാണ് പാടുന്നത്. അത് ഞാനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്.
പിന്നെ പറയുകയാണ് ഗായത്രി മന്ത്രം, സൂര്യഗായത്രി, സൂര്യനെ സ്തുതിച്ചുകൊണ്ടുള്ള ആ ഗായത്രി മന്ത്രം അതും ഞാൻ തന്നെയാണ്. ഗായത്രി മന്ത്രത്തിന് മറ്റു പാട്ടുകളോ കവിതകളോ പാടുന്ന പോലെ ഗായത്രി മന്ത്രം നമുക്ക് പാടുവാൻ സാധിക്കുകയില്ല. അതിന് അതിന്റെ വ്യക്തമായ താളവും വൃത്തവും ഒക്കെ ഉണ്ട്. അത് ആർക്ക് വേണമെങ്കിലും പാടാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. പൊതുവെ ഒരു തെറ്റായൊരു ധാരണയുണ്ട് സ്ത്രീകൾക്ക് ഗായത്രി മന്ത്രം പാടാൻ പാടില്ല എന്ന്. പക്ഷെ അത് തെറ്റാണ്, സ്ത്രീകൾക്കും പാടാം. ഈ മന്ത്രത്തിന്റെ ഉദ്ദേശം ഈശ്വര സാക്ഷാത്കാരമാണ്. അത് 9 തവണ 9 തവണയോ അതിൽ കൂടുതലോ പാടുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ അത് അർത്ഥം അറിയില്ലെങ്കിലും അതുപോലെ തന്നെ ഉച്ചരിക്കുമ്പോൾ തെറ്റായാലും ഒരു പ്രശ്നവുമില്ല. അത് ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രാണപ്രവാഹം അത് നമ്മുടെ ഉള്ളിലും പുറത്തും വളരെയധികം സ്വാധീനം സൃഷ്ടിക്കുന്നു. അതിന്റെ ഗായത്രി മന്ത്രത്തിന്റെ ആ 3 പദങ്ങൾ ഓം ഭൂ ഭുവൽ സ്വഹ, ആ ഭൂം ഭുവ ഉസ്സഹ, ആ 3 വാക്കുകള് 3 അനുഭവങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ഭൂ എന്ന് പറഞ്ഞാല് അത് പ്രകടമായത്. ഇപ്പോൾ നമ്മുടെ ഈ അവസ്ഥ, ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ, നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ആ അവസ്ഥയാണ് ഭൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുഹ എന്ന് പറഞ്ഞാല് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള അവസ്ഥ, അതായത് ഉറക്കം വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതായത് ഒരു കണ്ണുകൾ കുറച്ച് പാതി അടയും. അഥവാ ആ സമയത്ത് നമ്മൾ എന്താണ് പറയുന്നത് നമുക്ക് വ്യക്തം ഉണ്ടാവുകയില്ല. നമ്മൾ വാക്ക് വേറെ ആൾക്ക് കേട്ടാൽ അവർക്കും മനസ്സിലാവുകയില്ല എന്താണെന്നില്ല. ഒരു എന്ത് പറഞ്ഞാൽ ഒരു സെമി കോൺഷ്യസ് മൈൻഡാണ് അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. ആ അവസ്ഥയാണ് ഗുഹ എന്നുകൊണ്ട് പറയുന്നത്. 3-മത്തത് ഉത്സഹ, അതായത് പരിപൂർണമായ ഉറക്കം, സുഖനിദ്ര. അപ്പോൾ ഈ ആനന്ദങ്ങളെ, ഈ അനുഭവങ്ങളെ നമുക്ക് പ്രകടമാക്കുന്നത് സവിത്ത്, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യമാണ്. ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് നമുക്കിങ്ങനെ ഉണർന്നിരിക്കുവാനും ഉറക്കത്തിലേക്ക് പോകുവാനും ഉറങ്ങുവാനും പിന്നീട് ഉറക്കത്തിന് ശേഷം ഉണരുവാനും സാധിക്കുന്നത്. ആ വരേണ്യം അതിനെയാണ് നമ്മൾ വരിക്കേണ്ടത്, അവിടേക്കാണ് നമ്മൾ അടുക്കേണ്ടത്. അപ്പോ ഭർഗോ ദേവസ്യ ദേവികെ, അതായത് ആ ഊർജ സ്രോതസ്, ഭർഗോ ദേവസ്യ ധീമഹി, ആ ഊർജ സ്രോതസ്, ധിയോ യോന പ്രചോദയാ, അതിനെ നമ്മുടെ ബുദ്ധിയെ അത് പ്രകാശിപ്പിക്കുന്നു. ഇപ്പൊ പകൽ സമയത്ത് നമ്മൾ വാതിലും ജനലിലൊക്കെ അടച്ച് ഒരു ഇരുട്ട് മുറിയിൽ പോയിരുന്നാൽ നമുക്ക് സൂര്യനെ കാണുവാൻ സാധിക്കുകയില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരണം. പക്ഷെ സൂര്യനുണ്ട്, അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് സൂര്യപ്രകാശം ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെ നമുക്ക് പ്രകാശിക്കണമെങ്കിൽ ഈ മന്ത്രത്തിന്റെ ശക്തി വേണം. ഇത് ജപിക്കുമ്പോൾ മാത്രമേ അത് പ്രകാശ പൂരിതമാവുകയുള്ളൂ. എല്ലാവരിലും ഉണ്ട് ആ ചൈതന്യം. അത് നമ്മൾ മന്ത്രത്തിലൂടെയും പ്രാർത്ഥനയോടെയും അതിനെ കൂടുതൽ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഒരു മന്ത്രമാണ് ഈ ഗായത്രി മന്ത്രം. ഭ എന്ന ശബ്ദത്തിന് സാധാരണ പ്രകാശം എന്നാണ് അർത്ഥം. സൂര്യ നമസ്കാരത്തിലുണ്ട് ഭാനവേ നമ നമ്മൾ പറയുന്നുണ്ട്. പ്രകാശം, അതായത് ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് എപ്പോഴും ഭ എന്ന ആ ശബ്ദം കൊണ്ട് പറയുന്നത്. ഭാരതം എന്നൊക്കെ അതിൽ നിന്ന് വന്നതാണ്. നമ്മൾ ഇരുട്ടുള്ള സമയത്ത് ഒരു നിലവിളക്ക് കത്തിക്കുകയാണെങ്കിൽ അവിടെ ഒരു അന്ധകാരം ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ തമസോമ ജ്യോതിർഗമയ, അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ നമ്മൾ മന്ത്രത്തിലൂടെ അത് പ്രകാശിക്കുമ്പോൾ നമ്മുടെ അന്ധത, ആ ഇരുട്ട്, മനസ്സിലുള്ള ഇരുട്ട് ഒക്കെ മാറിപ്പോകുന്നു. ആ ചൈതന്യത്തെ നമുക്ക് കൂടുതൽ അത് പ്രകടമാകുന്നു, പ്രകാശ പൂരിതമാകുന്നു. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയുകയാണ് ഇവിടെ. ഒരാള് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ, അവയവങ്ങൾ, അതൊക്കെ ഒരു ദിവസം ഭയങ്കര വഴക്ക്. കണ്ണു പറയുകയാണ് ഞാനാണ് കേമൻ, ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു, ഈ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്നാണ് കണ്ണു പറയുന്നത്. അപ്പൊ ചെവി പറയുന്നത് നീ ഒന്നും അല്ല, ഞാനില്ലെങ്കിൽ ഇയാൾക്ക് എന്താ കേൾക്കാൻ പറ്റുന്നത്, അതുകൊണ്ട് ഞാനാണ് ഇതിൽ കേമൻ എന്ന് പറയുന്നത്. അപ്പൊ നാക്ക് പറഞ്ഞു ഞാനാണ്. അപ്പൊ കാല് പറഞ്ഞു നിങ്ങളൊന്നും അല്ല, നിങ്ങളെയൊക്കെ താങ്ങി നിർത്തുന്നത് ഞാനാണ്.
അപ്പൊ ഞാനാണ് ഏറ്റവും വലിയ ആള്. അപ്പോൾ അവര് ഇങ്ങനെ തർക്കിക്കുന്ന സമയത്ത് അവര് തീരുമാനത്തിലെത്തി. എന്ന് വെച്ചാൽ നമുക്ക് ലീവ് എടുത്ത് പോവാം. ഒരു മാസം ഓരോരോ അവയവങ്ങൾ ലീവ് എടുത്ത് പോവുകയാണ്. ആദ്യം കണ്ണ് 1 മാസത്തേക്ക് ലീവ് എടുത്തിട്ട് അവിടുന്ന് യാത്രയായി. അദ്ദേഹം അന്ധനായി. 1 മാസം കഴിഞ്ഞിട്ട് കണ്ണ് തിരിച്ചു വരുമ്പോൾ കണ്ണ് വിചാരിച്ചത് ഇയാള് ആകെ അവശനായിട്ടുണ്ടാവും, ചിലപ്പോ മരിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണ് കണ്ണ് വിചാരിച്ചത്. പക്ഷെ കണ്ണ് തിരിച്ചു വരുമ്പോഴേക്ക് ഇയാള് നല്ല കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ സ്റ്റേലായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഒരു ലോട്ടറി സ്റ്റാളൊക്കെ തുടങ്ങി. അന്ധന്മാർക്ക് അങ്ങനത്തെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമല്ലോ. പറയുകയാണ്, നാളെയാണ് നറുക്കെടുപ്പ്, കടന്നു വരൂ, ഇന്നത്തെ ഭാഗ്യവാൻ ഞാനാണ്, നാളത്തെ ഭാഗ്യവാൻ നിങ്ങളാണെന്നൊക്കെ അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഭാഗ്യവാനായി മാറി. കണ്ണ് വന്നപ്പോ ചെവി പറഞ്ഞു, ഇനി ഞാൻ പോവാം, നിനക്ക് വലിയ ഇതൊന്നുമില്ല, ഇവിടെ സ്ഥാനമൊന്നുമില്ല, ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞ് ചെവി അയാളെ വിട്ടുപോയി. ചെവി പോയപ്പോൾ ഇയാൾക്ക് കൂടുതൽ സന്തോഷമായി. എന്താ വെച്ചാൽ ഒന്നും ആരും പറയുന്നതോ ചീത്ത പറയുന്നതോ വേറെ വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും ഇങ്ങനെ തലയാട്ടി ഇരുന്നാൽ മതി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെവി തിരിച്ചു വന്നപ്പോൾ ഇയാൾ സന്തോഷവാനായിട്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നീട് നാക്ക് പറയാണ്, ഞാൻ പോയപ്പോഴാണ്. നാക്ക് തിരിച്ചു പോകുന്നു. പോയപ്പോൾ വീട്ടുകാർക്കെല്ലാം കൂടുതൽ പരിഗണന കിട്ടിയാക്കി. ആ ഒരു മിണ്ടാപ്രാണി അല്ലെ, എന്ത് പറഞ്ഞാലും മിണ്ടൂല. അങ്ങോട്ട് സംസാരിക്കുമ്പോഴാണല്ലോ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഒന്നും പ്രശ്നങ്ങളേ ഇല്ല. എന്ത് ചോദിച്ചാൽ ചിരിച്ചാൽ മതി, അല്ലെങ്കിൽ കരഞ്ഞാൽ മതി. അങ്ങനെ നാക്കും അഹന്തയും മാറി. പിന്നീട് കാല് വിട്ടുപോയി. കാല് കുറച്ച് അഹങ്കാരത്തോടെയാണ് പോയത്. ഞാനില്ലേ കാണാമെന്നുള്ള ഇതിലൂടെ കാല് പോവുകയാണ്. കാല് പോയി കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ് കാല് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ നല്ല വീൽ ചെയറിലെല്ലാം ഇരുന്നിട്ടുണ്ട്. ശുശ്രൂഷിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാലും അടങ്ങിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം പറയുകയാണ്, നിങ്ങളൊക്കെ പോയില്ലേ, ഇനി ഞാനൊന്ന് പോയി നോക്കാം എന്നിട്ട് ചൈതന്യം ഒന്ന് മാറിയതേ ഉള്ളൂ. അപ്പോഴേക്കാള് ക്ലോസ് ആയിപ്പോയി. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നിലനിർത്തുന്നത്, ഇതിനെയൊക്കെ ശക്തി നൽകുന്നത് ഉള്ളിലുള്ള ആ ചൈതന്യം തന്നെയാണ്. ആ പരമമായ ആ പ്രകാശം തന്നെയാണ്. ആ പ്രകാശത്തെയാണ് നമ്മൾ കൂടുതൽ തേജോമയമാക്കി മാറ്റേണ്ടത്. പഴയൊരു പ്രാർത്ഥനയുണ്ടല്ലേ, പണ്ട് നമ്മൾ സ്കൂളുകളൊക്കെ വെച്ച് പാടുന്ന ഒരു നല്ലൊരു പ്രാർത്ഥന. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണ് പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും അപ്പോൾ പറയുകയാണ് അതിലൂടെ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന പരമമായ ആ പ്രകാശം അതെല്ലാവരിലും ഉണ്ട്. ആ പ്രകാശം ഈ ദീപത്തിലൂടെ ഞാൻ കാണുകയാണ്. ദീപം കത്തിച്ചു വെച്ചിട്ട് ആ ദീപത്തിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള പ്രകാശത്തെ നമ്മൾ കാണുന്നത് കത്തിച്ചു വെച്ച ആ ദീപത്തിലൂടെയാണ്. അതിനെയാണ് ഞാൻ വണങ്ങുന്നത്. ആ ദീപത്തെ വണങ്ങിക്കൊണ്ട് നമ്മുടെ അന്തരാത്മാവിലുള്ള പ്രകാശത്തെയും നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുമാറാകട്ടെ. അപ്പോൾ ഒരു ദീപം കത്തിച്ചു വെക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ എള്ളെണ്ണയൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രാണികളൊക്കെ വന്നിട്ട് അതിൽ വീണിട്ട് അതിന്റെ അന്തരീക്ഷത്തിലുള്ള എല്ലാ മാലിന്യങ്ങളൊക്കെ അത് നശിപ്പിച്ച് കളയാൻ കഴിയുന്നു. അന്തരീക്ഷം അത് ശുദ്ധമാക്കുന്നു. അതുപോലെ തന്നെ ആ ദീപം കാണുമ്പോൾ നമ്മുടെ മനസ്സും ശുദ്ധമാകുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊന്നും കൂടി പറയുകയാണ് ഭഗവാൻ. മാസങ്ങളിൽ വെച്ചിട്ട് മാർഗശീർഷ മാസം, അതായത് നവംബർ, ഡിസംബർ, ജനുവരി ആ സമയങ്ങൾ നല്ല പ്രകൃതി രമണീയമായ സമയമാണ്. അപ്പോൾ ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും ഒക്കെ കാലമാണ്. ഇപ്പൊ നമ്മൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ആണെങ്കിൽ തെയ്യങ്ങളുടെ കാലമാണ്. എന്നും ആഘോഷമാണ്. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഓരോന്നിനൊക്കെ പോകാനുണ്ടാകും. അപ്പോൾ ആ മാസം, ആ ശീർഷമാസം ഞാൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഋതുക്കളിൽ വെച്ച് കുസുമാകാരം, വസന്തകാലം നമുക്കറിയാം. ചെടികളിലൊക്കെ പൂക്കൾ ഉണ്ടാകുന്നു, വൃക്ഷങ്ങളിലൊക്കെ ഫലങ്ങൾ ഉണ്ടാകുന്ന നല്ല എവിടെ നോക്കിയാലും നല്ലൊരു പച്ചപ്പ്. അങ്ങനെ പ്രകൃതി രമണീയമായ ഈ കാലത്ത് നമ്മൾ വളരെയധികം സന്തുഷ്ടരാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ നന്മകളും ഞാൻ തന്നെയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി 36ാമത്തെ ശ്ലോകം. ഛലയതാം, വഞ്ചകന്മാരുടെ ചൂതുകളി ഞാനാകുന്നു എന്നാണ് പറയുന്നത്.
ചൂതുകളി അത്ര നല്ലതല്ല അല്ലെ, അതൊരു നെഗറ്റീവായ ഒരു കാര്യമാണ്. അറിയാം, ദുര്യോധനും ശകുനിയും ഒക്കെ ചൂത് കളിച്ച് പാണ്ഡവരെ തോൽപ്പിച്ചതൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ആ ചൂതുകളി എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഞാനെന്ന് പറയാൻ കാരണം, അത് വഞ്ചന ആയതുകൊണ്ടും. പക്ഷെ ആ ചൂതുകളിൽ ഒരു സാമർത്ഥ്യം വേണം, എന്നാൽ മാത്രമേ ജയിക്കാൻ പറ്റുകയുള്ളൂ. അല്ല, ആ സാമർത്ഥ്യത്തിലാണ് ഭഗവാൻ ഞാനെന്ന് പറയുന്നത്. അപ്പൊ തേജസ്വികളുടെ അടുത്ത് പറയുകയാണ്, തേജസ്വികളുടെ തേജസ് ഞാനാകുന്നു എന്നാണ് പറയുന്നത്. ശക്തന്മാരുടെ ശക്തി, ഭഗവാൻ വളരെയധികം ശക്തിമാനാണല്ലേ. ഗോവർദ്ധന പർവ്വതത്തെ ചെറുപ്പത്തിൽ തന്നെ ഉയർത്തിയ ഒരാളാണ് ഭഗവാൻ. അപ്പൊ കൃഷ്ണന്റെ ശക്തി വളരെ മഹത്തരമാണ്. ഇതൊക്കെ ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാം ഭഗവാനാണ് എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഇതൊക്കെ ഗീതയും ഭഗവത്ഗീതയും രാമായണവും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എന്നും ഉണ്ടാകുന്നുണ്ട് അല്ലെ. പരീക്ഷയിൽ മാർക്ക് കിട്ടുന്നില്ല, ചിലപ്പോൾ തോറ്റുപോകാം, ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ടീച്ചേഴ്സ് അടിക്കാം. അപ്പോഴൊക്കെ നമുക്ക് തോന്നും നമ്മളിത് വായിക്കുന്നുണ്ട്, ഇത് പഠിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? എന്ത് ഭഗവാൻ നമ്മളെ നോക്കാത്തത് അല്ലെ? വെറും അങ്ങനെ ആയി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാം. ഒരു രാജാവിന്റെ പിറന്നാളാണ്, ഒരു നാട്ടിലൊരു രാജാവിന്റെ പിറന്നാള്. അതിന് ആ നാട്ടിലെല്ലാവരും സന്തോഷിക്കുകയാണ്. എന്നുവെച്ചാല് വളരെ വലിയ ആഘോഷമാണ് ആ രാജ്യത്ത് നടക്കുന്നത്. എല്ലാവരും പിറന്നാൾ ദിവസം സദ്യയുണ്ട് കൊട്ടാരത്തില്. അവർ ഓരോരോ സമ്മാനങ്ങളുമായിട്ട് രാജാവിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഒരു ദരിദ്ര ബ്രാഹ്മണനും ഉണ്ട് ആ കൂട്ടത്തില്. അദ്ദേഹത്തിനും പോണമെന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് സമ്മാനങ്ങൾ കൊടുക്കാനൊന്നും അദ്ദേഹത്തിന് അത്ര അധികം കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒരു ഗ്രൂപ്പെല്ലാം ആക്കി, വാട്സപ്പ് ഗ്രൂപ്പല്ല, സാധാരണ ഗ്രൂപ്പ്, ഒരാൾക്കാർ പറയുകയാണ് ഇന്നത് കൊടുക്കണം, നമ്മൾ ഇന്നത് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇയാൾക്കൊരു ആഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് വരികയും ഭാര്യയോട് ചോദിക്കുകയാണ്, രാജാവിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കണമല്ലോ, നമ്മൾ എന്താ കൊടുക്കുക, എന്തെങ്കിലും ഉണ്ടോ ഇവിടെയെന്ന് ഭാര്യയോട് ചോദിക്കുന്നു. അപ്പോൾ ഭാര്യ പറയുകയാണ് എന്താ ഉള്ളത്, ഒന്നുമില്ല. അപ്പൊ ഭാര്യ പറയുകയാണ്, ഇന്നലെ ഞാനൊരു ചക്ക കറി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന്റെ ചക്കക്കുരു കുറച്ച് ഇവിടെ ബാക്കിയുണ്ട്, അത് വേണമെങ്കിൽ കൊണ്ടു കൊടുത്തോളൂ. ചക്കക്കുരുക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. എന്താ വെച്ചാല് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ചക്കക്കുരു നമ്മൾ കളയൂല, അത് എടുത്തു വെക്കും. വെച്ചാൽ ഒന്നും കറി വെക്കാനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമ്മളത് കറി വെക്കാറുണ്ട്. അതിപ്പോ അങ്ങനെ എടുത്തു വെച്ചതായിരിക്കാം ഭാര്യ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരി, ഞാൻ ചക്കക്കുരു ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ ചക്കക്കുരു എടുത്ത് നല്ലൊരു കവറില് നല്ല പൊതിഞ്ഞ്, പുറമേ കണ്ടാൽ തോന്നില്ല അകത്ത് ചക്കക്കുരുവാണെന്ന്. അങ്ങനെ അയാള് രാജാവിന്റെ അടുത്തേക്ക് പോയി, കൊട്ടാരത്തിൽ പോയി കൊടുത്തു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. വൈകുന്നേരം ആകുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ ഓപ്പൺ ആക്കുകയാണ് രാജാവ്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ തുറന്നപ്പോൾ ഒരു ചക്കക്കുരു. രാജാവിന് ദേഷ്യം വന്നു. ഏത് ദ്രോഹിയാണ് എനിക്ക് ചക്കക്കുരു കൊണ്ടു തന്നത്? ആരെവിടെ? അവനെ പിടിച്ചു പൊട്ടി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. ഭടന്മാർ അന്വേഷിച്ചിട്ട് പോയി. കൊണ്ടുവന്നപ്പോഴാണ് അറിഞ്ഞത് ഒരു പാവം ബ്രാഹ്മണനാണ് എന്ന്. അപ്പോൾ ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്, നീ എന്ത് തെമ്മാടിത്തരമാണ് ചെയ്തത്? എനിക്ക് ചക്കക്കുരു കൊണ്ടുതന്ന് എന്നെ അപമാനിച്ചു അല്ലേ? നിന്റെ ശിക്ഷ എനിക്ക് എന്തായാലും ഞാൻ തരും. അപ്പോൾ ബ്രാഹ്മണൻ പറയുകയാണ്, ഞാൻ വെറും കൈയോടെയല്ലോ വന്നത് രാജാവ്, തന്നല്ലോ എന്തെങ്കിലും, വെറുതെ നിന്റെ ഉത്തരവൊന്നും എനിക്ക് കേൾക്കണ്ട, എന്ത് ശിക്ഷ ഞാനിപ്പോ വിധിക്കാൻ പോവുകയാണ്. രാജാവ് ശിക്ഷ വിധിക്കുകയാണ്. എന്ന് വെച്ചാല് ആ ചക്കക്കുരു മുഴുവൻ ഇയാളോട് വിഴുങ്ങാൻ പറഞ്ഞു. ഭടന്മാര് ചക്കക്കുരു ഒക്കെ കൊണ്ടുവച്ച് ഇയാളെ മുമ്പിൽ കൊണ്ടുവച്ച് വെച്ചു കൊടുത്തു. വിഴുങ്ങാൻ പറഞ്ഞപ്പോൾ ഇയാൾ ചിരിക്കുകയാണ്. ഇയാൾക്ക് വലിയ ദുഃഖമൊന്നുമില്ല. അപ്പൊ ഭടന്മാർ ചോദിക്കുകയാണ്, ഈ ചക്കക്കുരു വിഴുങ്ങാൻ പറഞ്ഞിട്ട് അങ്ങെന്താണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? നല്ല എല്ലാ അധ്യാത്മ ഇതൊക്കെ സാധനങ്ങളൊക്കെ ചെയ്യുന്ന നല്ലൊരു ബ്രാഹ്മണനായിരുന്നു അത്, പൂജകളും ഒക്കെ ചെയ്യുന്ന. അപ്പോൾ ബ്രാഹ്മണൻ പറയുകയാണ്, ഞാൻ ചക്ക കൊടുക്കാത്തത് വളരെയധികം നന്നായി. ചക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിഴുങ്ങാൻ പറഞ്ഞതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ചക്കയെക്കാളും കുറച്ച് ഭേദം ചക്കക്കുരു വിഴുങ്ങാൻ. ചക്കക്കുരു അത്രത്തോളം ചക്കക്കുരു വിഴുങ്ങാൻ വിഷമമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ അനുഭവത്തെ, ആ പ്രശ്നത്തെ അദ്ദേഹം ചെറുതായി കാണുകയാണ് അല്ലേ. അതാണ് നമുക്ക് ഈ ഭഗവത്ഗീതയും ഈ പുരാണങ്ങളും ഒക്കെ നമുക്ക് കാണിച്ചു തന്നത്. നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് ചെറുതായി കാണാനുള്ള ഒരു വലിയൊരു ശക്തി ഇത് തരികയാണ് നമുക്ക്. നമ്മുടെ കോൺഫിഡൻസിനെ അല്ലെ,
പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാലും നമുക്ക് അടുത്ത പരീക്ഷ കൂടുതൽ പഠിക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസിലേക്ക് നമ്മളെ ഉയർത്തുകയാണ് ചെയ്യുന്നത് ഈ ആധ്യാത്മികമായ സാധനകളും പ്രവർത്തികളും ഒക്കെ. അതുപോലെ തന്നെ വേറൊരു കഥയും ഞാൻ പറയുകയാണ്. തെന്നാലി രാമൻ, കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനാണ് തെന്നാലി രാമൻ. ഈ തെന്നാലി രാമനോട് ഒരു ദിവസം രാജാവ് പറയുകയാണ്, അങ്ങ് ദൂരെ ഒരാളെ കാണാൻ വേണ്ടിയിട്ട്, ഇവരോട് സംസാരിക്കാൻ വേണ്ടി പോകാനാണ് ആവശ്യമുണ്ട്, നിങ്ങളത് പോയി വരണം അടുത്തേക്ക്, എന്റെ കുതിരയെ എടുത്തിട്ട് പോയിക്കോളും. പെട്ടെന്ന് തിരിച്ചു വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് രാജാവിന്റെ സ്വന്തം കുതിരയെ തെന്നാലി രാമന് കൊടുക്കുകയാണ്. ആ കുതിരപ്പുറത്ത് കയറിയിട്ട് തെന്നാലി രാമൻ ആ ആളെ കാണാൻ പോയി. അവിടെ പോയി കുതിരയെ അവിടെ നിർത്തിയിട്ട് അകത്ത് പോയി സംസാരിച്ചു, ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് വന്നപ്പോഴേക്ക് കുതിരയെ കാണാനില്ല. കുതിരയെ ആരോ കട്ടുകൊണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടായി തെന്നാലി രാമന്. രാജാവിന്റെ സ്വന്തം കുതിര. രാജാവ് ദേഷ്യപ്പെടുമല്ലോ, എന്താ ചെയ്യുക ഇനി, എന്താ പറയേണ്ടത് എന്നിട്ട് എങ്ങനെയല്ലോ വിഷമത്തോടെ കൊട്ടാരത്തിലേക്ക് വന്നിട്ട് രാജാവ് അവിടെ ഇരിക്കുന്നുണ്ട് കൊട്ടാരത്തില്, നമുക്ക് എല്ലാവരും ഉണ്ട്, ഒരു വലിയൊരു സദസ്സ്. അദ്ദേഹം വന്നിട്ട് അവിടെ നിന്ന് കൈകൾ കൂപ്പിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഭാഗ്യം, ഞാൻ ആ കുതിരപ്പുറത്ത് ഞാനല്ലോ പോയത്. ഞാൻ പോയ സമയത്ത് ആണ് ആ കുതിരയെ കട്ടുകൊണ്ട് പോയിരുന്നെങ്കിൽ ഞാനും രാജാവിന് ഒരു വിദൂഷണെ നഷ്ടപ്പെടുമായിരുന്നല്ലോ. അല്ലെങ്കിൽ രാജാവാണ് ആ കുതിരപ്പുറത്ത് പോയതെങ്കിൽ രാജാവിനും കട്ടുകൊണ്ട് പോകുമായിരുന്നല്ലോ, നമുക്ക് നല്ലൊരു രാജാവിനെ നഷ്ടപ്പെടുമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ രാജാവിന് അപ്പോഴൊക്കെ കുതിരയെ കാണാനില്ല ഉള്ളത് ആണ് ഇദ്ദേഹം പറയുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആ പ്രശ്നത്തെ അങ്ങനെ അവതരിച്ചപ്പോൾ രാജാവിന് അത്ര വലിയ ദേഷ്യമൊന്നും വന്നില്ല. അല്ലെ, തിരിച്ചു കിട്ടിയല്ലോ, തെന്നാലി രാമന് തിരിച്ചു കിട്ടിയല്ലോ, എന്നെയും നഷ്ടപ്പെട്ടില്ലല്ലോ എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. പ്രശ്നങ്ങളെ തിരിച്ചുവിടാൻ, അതൊക്കെയാണ് നമ്മൾക്ക് ഈ പുരാണങ്ങളും ഗീതകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ചെറിയ പ്രശ്നത്തെ, വലിയ പ്രശ്നത്തെ ചെറുതായി കാണാനും, ഇതിന്റെ പ്രശ്നങ്ങൾ വന്നാൽ അതിനെ മാറ്റി കാണാനും ഒക്കെയുള്ള ഒരു വലിയൊരു ശക്തി, അതാണ് നമുക്ക് ഇതൊക്കെ തരും. അതിൽ കുട്ടികളൊക്കെ കരയുമ്പോൾ കാണാറില്ല നമ്മൾ ശ്രദ്ധ തിരിച്ചുവിടുന്നത്, അങ്ങോട്ട് നോക്ക് അല്ലെ വേറെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കും ആ സമയത്ത്. അപ്പോ അവരുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറി അങ്ങോട്ടേക്ക് മാറും. അപ്പൊ ഇത് മറക്കും. അപ്പോ വലിയൊരു കാര്യത്തെ മറക്കുവാനും അല്ലെ വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തിക്കാനും ഒക്കെ ഇത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഈ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഭഗവാന്റെ വിഭൂതിയാണ് എന്നാണ് പറയുന്നത്. ഹരി ഹരി ഓം അക്ക. അപ്പൊ നമ്മൾ ഇന്ന് ശ്ലോകം 31 36 വരെ ശ്ലോകങ്ങൾ വായിച്ചു കേട്ടു, അതേപോലെ അതിന്റെ വിവരണങ്ങളും കേട്ടു. അപ്പൊ എല്ലാ നമ്മുടെ കൊച്ചുകുട്ടികൾ, സൂര്യൻ അണ്ണൻ, ഗായത്രി അക്ക, ശ്രീ പാർവതി അക്ക, ശ്രീനിധ് അണ്ണൻ, ശ്രദ്ധ അക്ക, ഇവർക്കെല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയട്ടെ. അതേപോലെ എക്സ്പ്ലനേഷൻ ചെയ്ത രാജലക്ഷ്മി അക്ക, ഓമന അക്ക, പ്രീജിത അക്ക, ചാൻറ്റിങ് ഗൈഡൻസ് ചെയ്ത ഗിരിജ അക്കയ്ക്ക് നന്ദി. അതേപോലെ ബാക്കപ്പില് ചാൻറ്റിങ് വന്ന ഗംഗ അക്ക, എക്സ്പ്ലനേഷൻ ബാക്കപ്പിൽ വന്ന സരോജിനി അക്കയ്ക്ക് നന്ദി. അടുത്ത പ്രാവശ്യവും ഇതേപോലെ നമുക്ക് 42 ശ്ലോകങ്ങളാണ് തോന്നുന്നു ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യവും ഇതേപോലെ അധ്യായനം കാണും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സുധീർ ചൈതന്യ സ്വാമിജിയെ ഇൻവൈറ്റ് ചെയ്യാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ പറയുന്നു, എനിക്കറിയത്തില്ല ഇത് ശരിയാണോ അല്ലയോ എന്ന്. അപ്പൊ അതൊക്കെ ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം സ്വാമിജി വരുമ്പോൾ സ്വാമിജിയുടെ അടുത്ത് നിന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞപ്പോഴും ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഏകാക്ഷരത്തില് ഓം ആണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മെയിൻ കാര്യം, അത് തന്നെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വാമിജി അടുത്ത പ്രാവശ്യം വന്ന് നമ്മളോട് സംസാരിക്കും. ഹരി ഓം. എല്ലാവർക്കും കൈകൾ നമസ്കാര സ്ഥിതി, കണ്ണുകൾ അടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.